ഇപ്പം എൻ്റെ നേതാവ് സീതി സാഹിബ്, ഞാനത് വളരെ ഇപ്പം നമ്മളിതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യന്മാർ കേൾക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറയുകയാണ്. 1952 എൻ്റെ ഓർമ്മ. അന്ന് കേരള സംസ്ഥാനം ഉണ്ടായിട്ടില്ല. നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മദ്രാസ് നിയമസഭയിൽ അംഗമാണ് സീതി സാഹിബ്. ഒരു ദിവസം സീതി സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റുന്നു. എവിടെ? മദ്രാസ് അസംബ്ലിയിൽ എഴുന്നേറ്റുന്നു. എന്നിട്ട് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു, എൻ്റെ നാടായ മലബാറിൽ ഞങ്ങൾക്കൊരു എയർപോർട്ട് വേണം എന്നറിയോ. 1952. അപ്പോൾ അന്ന് ഈ മലബാർ പട്ടിണിയിലാണ്. ഉടുതുണിക്കും മറുതുണിയില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രിയില്ല. മനുഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷ ആളുകളും ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ കുടിച്ച് ജീവിക്കുകയാണ്. നല്ല എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വിശേഷാൽ ദിവസങ്ങൾ വരണം. അപ്പം 10 ചാക്ക് അരി വേണമെന്ന് പറയേണ്ട നേരം, നല്ല ആശുപത്രി വേണമെന്ന് പറയേണ്ട കാലമാണ്. അല്പം വസ്ത്രം തരുമോ, സ്കൂൾ തരുമോ എന്നൊക്കെ ചോദിക്കേണ്ട കാലമാണ്. ആ കാലത്ത് ഒരു ജനപ്രതിനിധി പറയണം എയർപോർട്ട് വേണം ഞങ്ങൾക്ക്. അപ്പോൾ ആ മനുഷ്യൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ആഴം ഒന്ന് അളന്നോക്ക്. അപ്പം അതെന്താ? അപ്പം അങ്ങനത്തെ ദീർഘവീക്ഷണം, നിങ്ങളിപ്പോൾ നേരത്തെ CH കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനത്തെ മനുഷ്യരുടെ ദീർഘദൃഷ്ടിയും ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ് ഈ നാടിനെ എങ്ങനെ മനോഹരാക്കിയത്. അപ്പം ഇനി ഒരു വലിയ തലമുറ ഇവിടെ വരാനുണ്ട്. ഇന്ന് 13 വയസ്സുള്ളൊരു കൗമാരക്കാരന് ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 18 വയസ്സാവും. അപ്പോൾ കുട്ടികൾ ഇവിടെ വരികയാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ ലോകം മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലോക ആസകലം സുഹൃത്തുക്കളുണ്ട്. അവരുടെ ലോകം വളരെ വിശാലാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള അയൽവാസിയോ കൂടെ പഠിക്കുന്ന കുട്ടികളോ മാത്രമല്ല അവൻ്റെ സൗഹൃദം എന്ന് പറയുന്നത്. ലോകം അവൻ്റെ സൗഹൃദമാണ്. പല കുട്ടികളും പല രാഷ്ട്രങ്ങളിലുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്താണ് പഠിക്കുന്നത്. അവനെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു രാജ്യക്കാരനാണ്.